ശീലാവതി, ചങ്കുണ്ണിയല്ലേ അതാ വരുന്നത്? അയ്യേ, ചേട്ടൻ വരുന്നു. ചോച്ചുകുട്ട എവിടെ? നിന്നോടാ ചോദിച്ചത്. ചോച്ചുകുട്ട എവിടെയെന്ന്. കൊണ്ടുപോയി ചോറ് മുഴുവൻ വിറ്റോ? എന്നിട്ട് കാശെവിടെ? കാശെവിടെയെന്ന്. വരുന്ന വഴി വാസവണ്ണം 10 പേരോട് ഒറ്റയ്ക്ക് നടിക്കുന്നത് കണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു. പിന്നെ ശബരിമലയിൽ ശരംകുത്തിയാലിന്റെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നി. വലിയ വെടി, ചെറിയ വെടി, വലിയ വെടി, ചെറിയ വെടി. എനിക്ക് ബോധം വീണപ്പോ കൈ ചോറ്റൂട്ടയില്ല, പോക്കറ്റ് രൂപയില്ല. നിന്നെ ഞാനൊന്ന് ശരിപ്പെടുത്തും. ഒന്നും രണ്ടൊന്നുമല്ല, 24 പൊതിച്ചോറാ തന്നയച്ചത്. എവിടെയാ? അയ്യോ അമ്മേ, ശങ്കുണ്ണിച്ചേട്ടനെ തല്ലല്ലേ. 24 പൊതിച്ചോറാണോ അതോ എനിക്ക് ശങ്കുണ്ണിച്ചേട്ടനോടുള്ള സ്നേഹമാണോ അമ്മയ്ക്ക് വലുത്? വല്ല തല്ലിപ്പൊളി സിനിമയും കണ്ടിട്ട് അതിന് സിനിമാ നടികൾ പറയുന്ന കൊച്ചു വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. ചേട്ടാ, ചേട്ടൻ വരൂ. ഈ സ്ത്രീക്ക് സ്നേഹത്തിന്റെ വില അറിയില്ല. ആരാണ് ഇതിന്റെ സ്ത്രീ? പെണ്ണായാൽ ആഭിജാത്യത്തിലെ ശാരദയെ പോലെ ഇരിക്കണം. സ്നേഹിക്കുന്ന പുരുഷനോടൊപ്പം എല്ലാം ഉപേക്ഷിച്ചിറങ്ങി പോകണം. എന്ത് ചെയ്യാം, മധുവിനുള്ള തന്റെ ഇടം എന്റെ ശങ്കുണ്ണിച്ചേട്ടൻ ഇല്ലാതെ പോയി. ആ ചായ വേണം പങ്കിയേക്കാം. അയ്യോ എന്റെ ചേട്ടാ, ചേട്ടൻ എന്താ ഇത്ര ശ്രദ്ധിക്കാത്തത്? ഇങ്ങനെയാണോ ബട്ടൺസ് ഇടുന്നത്? രാവിലെ ഞാൻ ഭംഗിയായിട്ടിട്ട് തന്നതല്ലേ. എടി എടി എടി, ആടാതെ അകത്ത് പോകുന്നുണ്ടോ? വന്നിരിക്കുന്നതിനെ രൂപ 24 തുറച്ചിട്ട് വന്നിരിക്കുന്നത്. ചേട്ടാ, എളുപ്പം കഴിച്ചു വാ, ഇല്ലെങ്കിൽ കൂട്ടാനൊക്കെ ആര് പോവും. ഇന്ന് എന്തൊക്കെയുണ്ടെന്നറിയാവോ? വെട്ടിച്ചേമ്പ് അവിയല്, നത്തോലി മാങ്ങയും കൂടെ പറ്റിച്ചത്, പിന്നെ നമ്മുടെ കമലാക്ഷി ചേച്ചിയുടെ വക സ്പെഷ്യൽ 1 തരം അയലക്കറി. ഒന്ന് എഴുന്നേക്ക് കേട്ടാ, അറിയാ പിന്നെന്തിനു കൊള്ളാം. എനിക്ക് വിശപ്പില്ല, എല്ലായിടത്തോട്ട് പോ. എന്തിനായിട്ടാ കള്ളം പറയുന്നത്? അടുത്ത് വന്നിട്ട് വയറ് കരിഞ്ഞ് മണം വരുന്നു. ഞാൻ പറയുന്നത് എനിക്കൊന്ന് ചോറ് വേണ്ട. ഇങ്ങനൊരു കുഴിമടിയൻ. എഴുന്നേറ്റ് പോയി കൈ എഴുതാൻ വയ്യല്ലേ? സാരമില്ല, ഞാൻ കുഴിച്ചുതരാം. നീ പോണേ. ഇത് നല്ല കൂത്ത്. ഇന്നെന്താ കൊച്ചു കുഞ്ഞിനെ പോലെ ശാഠ്യം പിടിക്കുന്നത്? വേഗം ചോറ് കഴിച്ച, ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. എനിക്ക് ചോറ് വേണ്ട, തേങ്ങാക്കൊലയും വേണ്ട. എന്തിനാ പെണ്ണെ വെറുതെ കരയുന്നത്? നിന്റെ ചേട്ടനെ ഇവരെല്ലാം കൂടുതലാ. തടിമിടുക്കുള്ള ഒരു പെണ്ണ് ഭാര്യയായിട്ട് വരുമ്പോൾ അവളതങ്ങ് ഊരിയെടുത്തോളും. പോയി മുഖം കഴുകു. ചേട്ടനും കൊള്ളാം, അനിയത്തിയും കൊള്ളാം. അയ്യോ, കള്ളാണെങ്കിൽ ഒരു 6 കുപ്പി, പട്ടയാണെങ്കിൽ ഒരു 400 മില്ലി. കേറിപ്പോയ ആ ലക്ഷണം കണ്ടിട്ടേ ദേഷ്യം മാറിയ മട്ടില്ല. നീയും കൂടെ വീർപ്പിച്ച് കെട്ടിയിരിക്കാൻ അകത്ത് നിന്ന് ചോറ് വിളമ്പിക്കൊടു. ഞാൻ പോണു. വായട്ടാ, ചോറിന എഴുന്നേക്കേട്ടോ. ഓർമ്മ വച്ചതിൽ പിന്നെ ഈ ചേട്ടൻ നിന്റെ ദേഹത്ത് ഒരു മണ്ണ് പോലും നുള്ളിയിട്ടിട്ടില്ല. ഇന്ന് ഞാൻ നിന്നെ തല്ലി, നീ എന്നെ തല്ലിക്കോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് ദേഷ്യം വരും. ഞാൻ വഴക്ക് പറയും. നീ എന്നെ വഴക്ക് പറയണം. എന്നെ സ്നേഹിക്കാനും ശകാരിക്കാനും നീയല്ലാതെ മറ്റാരുമില്ല. കണ്ട പട്ടികളൊക്കെ എന്നെ വഴക്ക് പറയുമ്പോ ഞാൻ തല കുനിച്ചെന്ന് കേൾക്കുന്നത് നിന്നെ ഓർത്ത് മാത്രമാണ്. ആരാ ചേട്ടന് വഴക്ക് പറഞ്ഞത്? ആ എഞ്ചിനീയർ രവി. അല്ലാതെ അവൻ ഇന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? ആ ദേഷ്യത്തിലെല്ലാം മറന്നിരുന്നപ്പോഴാണ് നീ ചോറും കൊണ്ടുവന്നത്. അതാണ് ഞാൻ എല്ലാം തട്ടിയെറിഞ്ഞ്. ഈ കയ്യ്, നശിച്ച കയ്യ്. ദേഷ്യം തണുത്തപ്പോ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല.
എന്റെ ജാനിമോളെ അടിച്ചല്ലോ ഓർത്തപ്പോ പോയി ചത്ത് കളയാന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് പോയി നിറയെ കുടിച്ചു. സാരമില്ല, വന്ന് ചോറും വെച്ച് കിടന്നുറങ്ങിക്കോ. ഞാൻ വരത്തില്ല, പോ. ഒന്നുകൂടെ പറഞ്ഞേ. എനിക്ക് ചോറും വേണ്ട, ഒന്നും വേണ്ട. എന്റെ പൊന്നിയേട്ടനല്ലേ, വന്ന് ചോറ് കഴിക്ക്. പുതുവെള്ളം വന്ന സമയമല്ലേ, ഞാൻ വെളുപ്പിന് എണീറ്റ് പോയി. 5-6 നല്ല ചൂര കിട്ടി. 2 മടങ്ങി നീ എടുത്തോ, നമ്മുടെ ചട്ടം പേദ്ദേഹത്തിന് പൊരിച്ചു കൊടുക്കാം. ചേച്ചി കൂട്ടാൻ വെച്ചിട്ട് തന്നാ മതി. അയ്യോ, നിന്റെ കാലിൽ ആരാ പെണ്ണെ ചങ്ങലയിട്ടത്? എന്തൊക്കെ പറഞ്ഞാലും ആങ്ങളയ്ക്ക് പെങ്ങളോട് സ്നേഹമുണ്ട്. ഏതായാലും രാവിലത്തെ കോള് കൊള്ളാം. അപ്പൊ ഞാൻ പോട്ടെ. ചുട്ടു തിന്നുന്ന മീനിന്റെ സ്വാദൊന്ന് വേറെ തന്നെയാ. ഞാനും ഇതിനു മുമ്പ് മീൻ ചുട്ടു തിന്നിട്ടുണ്ടോ? ഉണക്കയില് ചുട്ടത് ചീനിപ്പുഴുക്കിന്റെ കൂടെ തിന്നിട്ടുണ്ട്. ഉണക്കമീൻ ചുടുന്നത് വെറും സാധാരണമാ. ചുട്ടു തിന്നണമെങ്കിൽ കരിമീൻ, കാരി, പരാലി ഇതൊക്കെ തന്നെ ചുട്ടു തിന്നണം. നിർത്ത്. തിന്നാൻ വേണ്ടി മാത്രം ജനിച്ചൊരു സാധനം. വെറുതെ കുശുമ്പ് പറയുന്നത് എന്തിനാ? വയറു നിറയെ തിന്നാനും വേണം ഭാഗ്യം. നിന്നെ കല്യാണം കഴിക്കുന്ന ഭാഗ്യദോഷി മീൻ വാങ്ങിച്ചെന്നെ കുത്തുവാള എടുക്കും. താൻ അവിടെ മിണ്ടാതിരിക്കുന്നു. ശാലമീൻ തനിക്കും തരാം. എന്താ വിളിച്ചത്? താനെന്നോ? പിന്നെ അല്ലാണ്ട് എന്തോ വിളിക്കണം? മഹാരാജാ വന്നോ? ഞാനൊരു മഹാരാജാവാടി. എന്നാല് ഞാൻ മഹാറാണിയാ. 2 കൂട്ട കല്ല് വന്നപ്പോഴത്തേക്കും പെണ്ണിന് വന്നൊരു അഹങ്കാരം. എന്റെ തല കൊണ്ടല്ലേ ഞാൻ കല്ല് ചുമന്നത്. ഓഹോ, ആ ജോലി മേടിച്ചെന്നതിന്റെ പത്രാസ് ആയിരിക്കും. ഇതെന്തൊരു കഷ്ടമാ. 2 പേരും കൂടെ കണ്ടുപോയ തുടങ്ങും വഴക്ക്. ഈ നാട്ടിലെ ഒരേ ഒരു ചട്ടമ്പി നിന്റെ ചേട്ടൻ മാത്രമാണെന്ന അയാളുടെയും ചിങ്കിടിമാരുടെയൊക്കെ വിചാരം. ഞാനും സ്ഥലത്തെ ഒരു വലിയ ചട്ടമ്പിയാ. ചട്ടമ്പി ഒറ്റ ചവിട്ട് വെച്ചെന്ന് നീ ഒരു കൊല്ലം കഴിഞ്ഞ് അടിക്കൂ. പിന്നെ അയ്യോ, ആ മീൻ കരിഞ്ഞെന്നാ തോന്നുന്നത്. അയ്യോ എടാ ശങ്കുണ്ണി, ചോറ് പൊതികളെല്ലാം ഭദ്രമായി കൊടുത്ത് രൂപ സൂക്ഷിച്ച് മേടിച്ചോണ്ട് വരണം കേട്ടോ. ഇത് ശീലു, ചിങ്ങരിച്ചോണ്ട് നിൽക്കാതെ ചെറുക്കനെ വേഗം പറഞ്ഞയക്കണം. ഞാൻ ചന്തയിൽ പോയിട്ട് വരാം. കട സൂക്ഷിച്ച് പോയിക്കോണ്ടേ. ചേട്ടാ നിക്ക് ചേട്ടാ, എന്താ എത്ര ധൃതി? അയ്യേ, തലമുടി ഇരിക്കുന്ന കേട്ടോ. അയ്യോ, ഷർട്ട് ഇട്ടിരിക്കുന്ന ഒരു ചേല്. ചേട്ടാ
ചേട്ടനൊരു പ്രേം നസീറോ മധുവോ ശിവാജി ഗണേശനോ ഒക്കെ ആയി തീരണോന്ന എന്റെ ആഗ്രഹം. അയ്യോ എനിക്ക് പോണം. വാസുണ്ണൻ വിദ്യ തഴോട്ടുണ്ടോ പോകുന്ന സമയമാ. ചേട്ടാ എനിക്കൊരു സമ്മാനം തന്നിട്ട് പോകും. സമ്മാനമോ? അയ്യേ അത് പറയില്ലേ, ഇങ്ങനെ ഒരു തിരുമണ്ടൻ. ചേട്ടാ ചേട്ടന്റെ ശമ്പളം എല്ലാം കൂടെ ഒരുമിച്ച് തരാൻ അമ്മയോട് പറയണം. അതെല്ലാം കൂടെ ചേർത്ത് ഒരു മുറുക്കാൻ കട തുടങ്ങണം. സ്വന്തം കാലിൽ നിന്നിട്ട് വേണം എന്നെ കെട്ടാൻ. കൈവിടെ, ഞാൻ പോട്ടെ. എന്താ വേലയൊക്കെ ഭംഗിയായി ചെയ്യുന്നുണ്ടോ അതോ ഉഴപ്പാണോ? അടിയനെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണം. ചോറ് തരുന്നത് ഈ തൊഴിലാണെന്ന കാര്യം മറക്കരുത്. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. കൊച്ചമ്മ പറയും പോലെ തന്നെ. ഇന്നെന്താ ജോലിക്ക് പോയില്ലേ? ഒരാഴ്ചത്തേക്ക് ചെലവിനുള്ളത് ഇന്നലെ കൊണ്ട് കിട്ടി. അതുകൊണ്ട് ഇന്നൽപ്പോ സൊള്ളിക്കളയാന്ന് വിചാരിച്ചു. ആ എന്നാ നെല്ലിക്കാം. ഇയാൾക്ക് വലിയ ഇഷ്ടമില്ലയോ? ഇയാള് താൻ നിന്റെ വിളി കുറെ അതിരി കിടക്കുന്നുണ്ട്. ആ അങ്ങനെ ഒന്നും വിളിക്കാനൊക്കാത്ത പരുവത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കി. നീ എന്നെ മെനക്കെടുത്താൻ വേണ്ടി തന്നെ വന്നിരിക്കുക. എണീറ്റ് പോ. കണ്ണൂരിട്ട് കാണിക്കണ്ട. ഇതുകൊണ്ടൊന്നും വെള്ളമുള്ളവരല്ല കമലാക്ഷി. ഒന്ന് പോയി തൊലയടി അശ്രീകരമേ. അതെ, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അടുത്ത് മര്യാദയായിട്ട് സംസാരിക്കണം. നിന്നെ ഞാൻ കല്യാണം കഴിക്കാനോ? എങ്കിൽ ഞാൻ പരിപാടിയിലായത് തന്നെ. ഏത് നേരത്താണോ ആ നല്ല സ്ത്രീക്ക് നിന്നെ പ്രസവിക്കാൻ തോന്നിയത്? അവർക്ക് പ്രസവ വേദന വന്നപ്പോൾ പ്രസവിച്ചു. എടിയ താക്കോലോടെ വയ്ക്ക്. എടിയ താക്കോലോടെ വയ്ക്കാൻ. ഇത് ഞാൻ എടുക്കുന്ന എടിയ താക്കോലോടെ വയ്ക്കാൻ. നിന്റെ തലയാടിച്ചു പൊട്ടിക്കും. അത് തന്നെ അത് കാണണമല്ലോ. എടി കാലമാടന്റെ മൂത്ത മോളെ ആ താക്കോലിങ് വന്നിട്ട് പോടി. നിന്റെ കൈ ഞാൻ മുറിക്കും. മനസ്സില്ല, കൊണ്ടുപോയി കേസ് കൊടു. എടിയ താക്കോലിങ് തരാനാ പറഞ്ഞേ. എടി താക്കോൽ വെള്ളത്തിൽ പോ. ഇനിയും എടുക്കുന്നതൊന്ന് കാണണമല്ലോ. നിനക്ക് കാണണമല്ലേ? ഞാനിപ്പോ കാണിച്ചു. വാസു എവിടെയെന്ന് അരമണിക്കൂറായി ഞാൻ ബില്ല് കൊടുക്കുന്നു. എന്താ ട്രോളി വരാൻ താമസിച്ചത്? എഞ്ചിൻ അല്പം റിപ്പയർ ആയിരുന്നു സാർ. കള്ളം പറയരുത്. തന്റെ വേഷം കണ്ടാൽ അറിയാൻ താൻ ആറ്റിൽ കുളിക്കാൻ പോയതാണെന്ന്. സാർ, ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ശരി, താൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ എന്തിനു സ്വിച്ചിട്ട് വിഞ്ച് ഓപ്പറേറ്റ് ചെയ്തു? നാട്ടുകാർ ജോലി ചെയ്യുന്നു, താൻ ശമ്പളം പറ്റുന്നു അല്ലേ? സാർ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. വിശദീകരണമൊന്നും വേണ്ട.
ഒരു കുട്ടി അത്യാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ട്രോളി അന്വേഷിച്ചത്. വെല്ലുകൊടുത്തിന്റെ വിരലൊടിഞ്ഞത് മിച്ചം. ഒരു വഴിപോക്കൻ ട്രോളി ഓപ്പറേറ്റ് ചെയ്യുന്നു, ഡ്യൂട്ടി സമയത്ത് താൻ ആറ്റിൽ നീരാടുന്നു. ബേഷ്. നിന്നോട് ആര് പറയണ വിഞ്ചി സ്റ്റാർട്ട് ഒന്നേക്ക് നോസിന് പിഞ്ചിക്കാരൻ മോദി. ഇതിനടിച്ചിരിക്കുന്നേ നീ എന്തിനാ വന്ന എടുത്ത പൊങ്ങാത്ത പാത്രത്തിൽ പിണ്ണാക്ക് കളിക്കുന്നേ? മാറിയേക്ക്, ഞാൻ എടുക്കാം. നിന്നോട് ആര് പറഞ്ഞ ട്രോളി സ്റ്റാർട്ട് ചെയ്യാൻ? അയ്യോ വാസുണ്ണ അടിക്കില്ല, എഞ്ചിനീയർ സാറേ എന്നോട് ജോലിക്ക് അയച്ച് ഈ കവർ വാസുണ്ണ തരാൻ പറഞ്ഞു. എന്താണിത്? 10 ദിവസത്തേക്ക് തന്നെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് മനസ്സിലായി. ഞാൻ ചെയ്ത കുറ്റം എന്താണെന്നാ മനസ്സിലാകത്തെ? ആ വിവരം അതിലുണ്ടല്ലോ. ഡ്യൂട്ടി സമയത്ത് വിഞ്ച് ഹൗസിൽ ഉണ്ടായിരുന്നില്ല, അത് തന്നെ കാരണം. എനിക്കൊരു തെറ്റ് പറ്റി, അതിന് സാറിനെ വഴക്കം പറഞ്ഞു. അതിനുശേഷം ഈ കടലാസ് അച്ചടിച്ച് തന്നിട്ട് എന്തായിരുന്നു സാർ കാര്യം? സാർ, ജോലിക്ക് വന്ന നാൾ മുതൽ സാറിന് എന്നെ കണ്ടുകൂടാ. തുടക്കം മുതലേ തന്റെ പോക്കും ശരിയായിരുന്നില്ല. ജോലി കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയട്ടെ? അപ്പോൾ ഞാൻ സ്ഥലം മാറി വന്നതിന് ശേഷമാണോ വാസു തെറ്റ് ചെയ്യാൻ തുടങ്ങിയത്? സാർ, സാറിന് എന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ദേഷ്യമാണ്. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം. സാർ, എനിക്ക് ഏറ്റവും വലുത് എന്റെ അഭിമാനം. അത് പോയാൽ പിന്നെ എനിക്ക് 2 അതിരുകളേ ഉള്ളൂ, മേലെ ആകാശം, താഴെ ഭൂമി. അതിന് വാസുവിനെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടില്ലല്ലോ. 10 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തെന്ന് മാത്രം. 11-ാം ദിവസം ജോയിൻ ചെയ്തോളൂ. ആ വിഞ്ച് ഹൗസിൽ മറ്റൊരുത്തിന് ജോലി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നാളെ ഞാൻ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ ആളുകൾ എന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വാസുവിന് പോകാം. സാറ് വിചാരിച്ചാൽ ഈ സസ്പെൻഷൻ പിൻവലിപ്പിക്കാൻ സാധിക്കും. ഐ സെഡ് യു ക്യാൻ ഗോ. താൻ അത്ര വലിയ മേലാവുന്നോ വേണ്ട. ആ വിഞ്ച് ഹൗസിൽ മറ്റൊരുത്തൻ ജോലി ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. തന്നെ ഞാൻ കാണിച്ചു തരും.